നമസ്കാരം. തട്ടുകടയിൽ വെച്ച് ക്രിമിനലിന്റെ ആക്രമണത്തെ തുടർന്ന് പോലീസുകാരൻ ഓടിയെത്തിയത് പോലീസ് ജീപ്പിന് മുൻപിൽ. വാഹനം ഓടിച്ചിരുന്ന പോലീസുകാരൻ മനീഷ് ശ്യാംപ്രസാദിനെ തിരിച്ചറിഞ്ഞു. എന്തു പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞു. ഓടാൻ ശ്രമിച്ച പ്രതിയെ കാട്ടിക്കൊടുത്തു. ഉടൻ തന്നെ ജീപ്പിലുണ്ടായിരുന്ന കുമരകം CI ഷിജി പിന്നാലെ ഓടി. കൂരിരുട്ടിൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ പിടികൂടി. പ്രതിയുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടെന്ന് പോലും വകവെക്കാതെയാണ് പ്രതിയെ ഏറെ ദൂരം ഓടിച്ചിട്ട് SHO പിടികൂടിയത്. മർദ്ദനമേറ്റിട്ടും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാതെ പ്രതിയെ പിടികൂടാൻ ശ്യാമും പിന്നാലെ ഓടാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ തടഞ്ഞു. മർദ്ദനമേറ്റ ശ്യാംപ്രസാദിനെ ജീപ്പിലിരുത്തിയ ശേഷം മറ്റു 2 പോലീസുകാരും SHOയ്ക്ക് അരികിലേക്ക് പോയിരുന്നു. ഇവരെ കൂടാതെ അരുൺ പ്രകാശ് എന്ന പോലീസുകാരനും ഒപ്പം ഉണ്ടായിരുന്നു. തിരികെ എത്തിയപ്പോൾ ശ്യാംപ്രസാദ് വാഹനത്തിൽ തന്നെ കുഴഞ്ഞു വീണതെന്ന് പോലീസ് ഓഫീസർ മനീഷ് ഓർത്തെടുക്കുന്നു. തൊട്ടടുത്തുള്ള കാരിത്താസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായി. 4 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കൊടും കുറ്റവാളിക്ക് പിന്നാലെ ഓടുമ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് ഓർത്തിരുന്നില്ലെന്ന് കുമരകം പോലീസ് സ്റ്റേഷനിലെ SHO K ഷിജി പറയുന്നു. അയാളുടെ കയ്യിൽ ആയുധം കണ്ടേക്കാം, പിന്നാലെ ചെല്ലുമ്പോൾ ആക്രമിച്ചേക്കാം. ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അക്രമിയെ പിടികൂടുക എന്നതായിരുന്നു ലക്ഷ്യം. ശ്യാംപ്രസാദിനെ ചവിട്ടി വീഴ്ത്തിയ സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ ഷിജി സ്ഥലത്തെത്തി. സബ് ഡിവിഷൻ നൈറ്റ് ഓഫീസറായ ഷിജി പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് വന്നത്. ശ്യാംപ്രസാദിനെ തിരിച്ചറിഞ്ഞ് പോലീസ് വെള്ളം കൊടുത്തു. ഈ സമയം ഷിബിൻ ജോർജ് റെയിൽവേ പാളം കടന്ന് സമീപത്തെ പുരയിടത്തിലേക്ക് ഓടി. പിന്നാലെ ഷിജിയും ഓടുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. ഈ സമയം കൂടെയുണ്ടായിരുന്ന 2 പോലീസുകാരും അവിടെ എത്തി. മരണകാരണം മർദ്ദനമേറ്റതിനെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റ് വാരിയലുകൾ ഒടിഞ്ഞു. ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം. കേസിൽ അറസ്റ്റിലായ പെരുമ്പായിക്കോട് സ്വദേശി ജിബിൻ ജോർജ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോക്കാടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജിബിൻ സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിലുള്ളയാളാണ്. ലഹരിക്കടത്ത്, കഞ്ചാവ് കേസിലെ പ്രതിയാണ്. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തിന് സമീപം തട്ടുകടയിൽ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് പോലീസുകാരനെ ഇയാൾ ആക്രമിച്ചത്. ബാറുകളിൽ കയറി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി പിരിവെടുത്ത് മദ്യപിക്കാറുണ്ട്. ബാറിന് സമീപത്തുള്ള 2 തട്ടുകടകളിൽ നടത്തിപ്പുകാർ തമ്മിൽ സംഘർഷം പതിവാണ്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവറായ ശ്യാംപ്രസാദ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകും വഴി ബാറിന് സമീപത്തുള്ള ഈ കടയിൽ ചായ കുടിക്കാൻ പതിവായി കയറുമായിരുന്നു. ആക്രമണം നടക്കുന്ന ദിവസവും എത്തിയപ്പോൾ ജിബിനും തട്ടുകട നടത്തിപ്പുകാരൻ പ്രകാശുമായി തർക്കത്തിലായിരുന്നു. ആ സമയത്താണ് ശ്യാം എത്തുന്നത്. പ്രകാശ് ഉടൻ പോലീസുകാരൻ എത്തിയെന്നും നിന്നെ പിടിക്കുമെന്നും പറഞ്ഞു. അതോടെ ജിബിൻ പ്രകോപിതനായി പോലീസുകാരന് നേരെ തിരിയുകയായിരുന്നു. മൊബൈലിൽ അക്രമിയുടെ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ജിബിൻ പോലീസുകാരനെ നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തി. അക്രമം തുടരുന്നതിനിടയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പെട്രോളിങ്ങിനെത്തിയ കുമരകം പോലീസ് ജീപ്പിന് മുൻപിലാണ് ശ്യാം ഓടിയെത്തിയത്. സംഭവ സമയത്ത് തന്നെ പോലീസുകാർ എത്തിയിട്ടും സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് പോലീസുകാർ. അക്രമത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിരമ്പുഴ ഏറ്റുമാനൂർ മേഖല ഗുണ്ടകളുടെ സ്ഥിരം കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജിബിൻ ജോർജിനെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തിരുന്നു. ക്യാമറ കണ്ടതോടെ ജീപ്പിലിരുന്ന് മുഖം മിനുക്കി മുടിയൊക്കെ ഒതുക്കിയാണ് ജിബിൻ പുറത്തിറങ്ങിയത്. തിങ്ങി നിറഞ്ഞ ആളുകൾക്കിടയിലൂടെ ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു വരവ്. പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിടുന്നതും ചവിട്ടി വീഴ്ത്തിയതും മർദ്ദിച്ചതുമെല്ലാം തെല്ലും കുറ്റബോധമില്ലാതെ ജിബിൻ പോലീസിന് കാട്ടിക്കൊടുത്തു. നെഞ്ചിന് ചവിട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച സ്ഥലവും രീതിയും വിവരിച്ചു. കോട്ടയം DYSP KG അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ SHO AS അൻസലും സംഘവും ഇന്നലെ വൈകിട്ട് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. തെള്ളകത്തെ ബാർ ഹോട്ടലിന് സമീപം MC റോഡിൽ 2 പെട്ടിക്കടകളാണ് ഉള്ളത്. ഇതിൽ പ്രകാശ് എന്നയാളുടെ പെട്ടിക്കട കുറെ കാലമായി ഇവിടെയുണ്ട്. 6 മാസം മുൻപാണ് സാലി ശശിധരൻ കട തുടങ്ങിയത്. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. പാൻ മസാലയും മറ്റ് ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന് 2 കടക്കാരും പരസ്പരം ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിലും പരാതിയും നിലവിലുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ കോക്കാടൻ എന്നാണ് ജിബിൻ്റെ വിളിപ്പേര്. വധശ്രമം, മോഷണം, അടിപിടി തുടങ്ങി ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് കോക്കാടൻ ജിബിൻ. ബാറുകളിൽ കയറി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കുക പതിവ് വിനോദമാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ ദിവസം വൈകിട്ടും ജിബിനെയും സംഘത്തെയും ബാറിൽ കണ്ടവരുണ്ട്. കഴിഞ്ഞ 13-ന് പാറമ്പുഴ സ്വദേശി വിനീതിനെയും സഹോദരനെയും ആക്രമിച്ച കേസിൽ ജിബിനും സുഹൃത്തുക്കൾക്കുമെതിരെ ഗാന്ധിനഗർ പോലീസിൽ പരാതി നിലവിലുണ്ട്. സംഭവ ദിവസം വൈകിട്ട് മുതൽ പ്രകാശിന്റെ കടയിൽ ജിബിൻ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. ശ്യാംപ്രസാദിനെ പ്രതി മർദ്ദിക്കുമ്പോഴും പ്രകാശിന്റെ കടയിൽ ജിബിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പോലീസ് എത്തിയപ്പോൾ ഇവർ കടന്നു കളഞ്ഞെന്നും സാലി പറയുന്നു.